ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശഫാഅത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് എന്റെ ക്ലാസ്സിന് ശേഷം നസീഫ് മൗലവി സംസാരിക്കും. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുറച്ച് സമയം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വായിക്കാൻ പോകുന്ന ഭാഗം ശൈഖ് റബീ റഹിമഹുള്ളയുടെ ഹഫിളഹുള്ളയുടെ മൻഹജുൽ അംബിയ ഫി ദഅവതി ഇലല്ലാഹി ഫീഹിൽ ഹിക്മത്ത് വൽ അഖൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ശൈഖ് റബീ ഹഫിളഹുള്ള റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി ഹഫിളഹുള്ളയുടെ മൻഹജുൽ അംബിയ ഫി ദഅവതി ഇലല്ലാഹി ഫീഹിൽ ഹിക്മത്ത് വൽ അഖൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് സൗദിയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ സ്വാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ആ ഗ്രന്ഥത്തിന് നൽകിയിട്ടുള്ള അവതാരികയിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. സ്വാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിന് എഴുതിയിട്ടുള്ള അവതാരിക തഖ്ദീം, അതിന്റെ ആദ്യ ഭാഗം ദഅവത്ത് ദാഇ എന്ന നിലക്ക് നമ്മളെല്ലാം ദഅവ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് വായിക്കാം. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നസീഫ് മൗലവി സംസാരിക്കും. അൽഹംദുലില്ലാഹ് ആരംഭിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ബസ്മല കൊണ്ട് ആരംഭിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിനാകുന്നു, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അദ്ദേഹം പറയാൻ. എന്നിട്ട് അദ്ദേഹം ഈ തഖ്ദീമിൽ കൊടുക്കുന്ന കാര്യം അമറനാ ബിത്തിബാഇ റസൂലിഹി വദ്ദഅവതി ഇലാ സബീലിഹി, അല്ലാഹു തആല തന്റെ റസൂലിനെ പിന്തുടരണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വദ്ദഅവതി ഇലാ സബീലിഹി, മാത്രമല്ല അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യണമെന്നുള്ളതും അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റസൂലിന്റെ പേരിൽ, അതുപോലത്തെ റസൂലിന്റെ അനുയായികളുടെ പേരിലൊക്കെ സ്വലാത്ത് സലാമും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെ അനുയായികളുടെയും പാതയിൽ നന്മയിൽ പിന്തുടർന്നവർക്കും സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, അദ്ദേഹം വിശദീകരിക്കാണ്, ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വഅത്ബാഇഹി, റസൂലിന്റെ അനുയായികളുടെ മാർഗമാണ് ദഅവത്ത്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ ഖുൽ ഹാദിഹി സബീലി, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രികീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് ഇതാണ് എന്റെ മാർഗം,
ഈ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ബസീറത്തോടുകൂടി, കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എന്നെ പിന്തുടർന്ന ആളുകളും ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വായിക്കുന്നു. ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയാൻ. ബൽ ദഅവതു ഇലല്ലാഹ്, മാത്രമല്ല അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് ഹിയ മുഹിമ്മത്തുർ റുസുലി വഅത്ബാഇഹിം ജമീഅ, റസൂലിന്റെ എല്ലാ പ്രവാചകന്മാരുടെയും ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ആ പ്രവാചകന്മാരെ പിന്തുടർന്നവരുടെയും അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ദഅവത്ത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. എന്തിനാണത്? ജനങ്ങളെ ബുലുമാത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവരെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ളലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, വമിനൽ കുഫ്രി ഇലൽ ഈമാൻ, അതുപോലെ തന്നെ കുഫ്റിൽ നിന്ന് ഈമാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, വമിനൽ ശിർക്കി ഇലൽ തൗഹീദ്, അതുപോലെ തന്നെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ, വമിനൻ നാരി ഇലൽ ജന്ന, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവാചകന്മാരുടെ അനുയായികളും ദഅവത്ത് നടത്തുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. വഹിയ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ദഅവത്ത് എന്ന് പറഞ്ഞത് വഹിയ മുർതജിസതുൻ അലാ ദഅഇമ, ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് നിലകൊള്ളുന്നത് അലാ ദഅഇമ, ചില ദിആമത്തുകളിലാണ്, ചില സ്തംഭങ്ങളിലാണ് ദഅവത്ത് നിലകൊള്ളുന്നത്. വതഖൂമു അലാ ഉസുഫിൻ ലാ ബുദ്ദ മിൻഹാ, ചില അസാസുകൾ, ചില അടിസ്ഥാനങ്ങളുടെ മേലാണ് ദഅവത്ത് നിലകൊള്ളുന്നത്. ദഅവത്തിന് ചില തൂണുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്. അതുപോലെ തന്നെ വതഖൂമു അലാ ഉസുഫിൻ, അസാസിന്റെ ജമഅ് ഉസുഫ്, ചില അലാ ഉസുഫിൻ ലാ ബുദ്ദ മിൻഹാ, വളരെ അനിവാര്യമായ ചില അടിസ്ഥാനങ്ങളിലാണ് ദഅവത്ത് നിലകൊള്ളുന്നത്. എന്തൊക്കെയാണ് അതിന്റെ സ്തംഭങ്ങൾ? ദഅവത്തിനുണ്ടായിരിക്കേണ്ട അതിന്റെ സ്തംഭങ്ങളെ സംബന്ധിച്ച് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അതിൽ വിശദീകരിക്കുന്നുണ്ട്. ആ സ്തംഭങ്ങളിലും ആ തൂണിലുമാണ് ദഅവത്ത് നിലകൊള്ളേണ്ടത്. മാത്രമല്ല ദഅവത്ത് ആ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. മതഖ്തല്ലക വാഹിദുൻ മിൻഹാ, ആ തൂണിൽ നിന്ന്, ആ സ്തംഭത്തിൽ നിന്ന്, ആ അടിസ്ഥാനത്തിൽ നിന്ന് വല്ലതും വല്ല കേടും സംഭവിച്ചാൽ, ആ ദഅവത്തിനുണ്ടായിരിക്കേണ്ട സ്തംഭത്തിന്, അടിസ്ഥാനത്തിന് വല്ല കേടും സംഭവിച്ചാൽ ലം തകുൻ ദഅവതൻ സ്വഹീഹ, അത് ശരിയായ ദഅവത്താവുകയില്ല, അത് ശരിയായ ദഅവത്താവുകയില്ല. വലം തുസ്മിർ അസ്സമറത്തൽ മത്ലൂബ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിൽ നിന്ന് കിട്ടുകയുമില്ല, ദഅവത്ത് കൊണ്ടുള്ള ഫലം അതുകൊണ്ട് കിട്ടുകയുമില്ല, അത് ശരിയായ ദഅവത്താവുകയുമില്ല. ഈ കൃത്യമായ പറയാൻ പോകുന്ന ദിആമത്തുകൾ അല്ലെങ്കിൽ അസാസുകൾ, അടിസ്ഥാനം, ചില സ്തംഭങ്ങൾ, അതിനായിരിക്കണം ദഅവത്ത് നിലകൊള്ളേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദഅവത്ത് മുന്നോട്ട് പോകേണ്ടത്. അതിന് വല്ലതും, ആ സ്തംഭങ്ങളിൽ നിന്ന് വല്ലതിനും വല്ല വീഴ്ചയും സംഭവിച്ചാൽ, അതിന് വല്ല കേടുപാടും പറ്റിയാൽ ദഅവത്ത് ശരിയാവുകയില്ല എന്നുള്ളതാണ്. മഹ്മാ ബുദില ഫീഹാ മിൻ ജുഹൂദിൻ, ആ ദഅവത്തിന് വേണ്ടി ഒരുപാട് അധ്വാനം അതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടാലും, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ദഅവത്തിന് വേണ്ടിയിട്ട്, പക്ഷേ കൃത്യമായ അടിസ്ഥാനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കൃത്യമായ ദഅവത്തിനുണ്ടായിരിക്കേണ്ട ആ കൃത്യമായ തൂൺ, ഇസ്ലാം പഠിപ്പിക്കുന്നതായ ആ സ്തംഭത്തിന്റെ മേലെയുള്ള ദഅവത്തെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ശരിയാവുകയില്ല. അതിനുവേണ്ടി ഒരുപാട് സമയം കളയപ്പെട്ടിട്ടുണ്ടെങ്കിലും, അതിനുവേണ്ടി ഒരുപാട് സമയവും അധ്വാനവും അതിന്റെ പേരിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും അത് ശരിയായ ദഅവത്താവുകയില്ല എന്നുള്ളതാണ്. കമാ ഹുവൽ മശാഹിദു വൽ വാഖിഅ, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദഅവത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ, പക്ഷെ അവരുടെ പരിശ്രമവും അവരുടെ സമയവും യഥാർത്ഥ ദഅവത്തിലേക്ക് എത്തുന്നില്ല, ശരിയായ ദഅവത്തായി മാറുന്നില്ല. ഫീ കസീരിൻ മിന ദഅവാത്തിൽ മുആഖിറ, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ദഅവത്തുകളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലതീ ലം തുഅസ്സസ് അലാ തിൽക ദഅഇൻ, ആ ദഅവത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സ്തംഭത്തിന്റെ മേലല്ല അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഇസ്ലാം പഠിപ്പിച്ച തൂണിന്റെ മേലല്ല, തൂണിന് മുകളിലല്ല ആ ദഅവത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. വലം തഖും അലാ തിൽകൽ അസാസ്,
ആ അടിസ്ഥാനത്തിന്റെ മേലല്ല, ആ അടിസ്ഥാനത്തിലൂടെയല്ല ആ ദഅവത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേസ്റ്റ് ആകുന്നു എന്നല്ലാതെ, ഒരുപാട് അധ്വാനം പാഴായി പോകുന്നു എന്നല്ലാതെ ശരിയായ ദഅവത്തതായി മാറുന്നില്ല. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദഅവത്തുകൾക്ക് അതാണ് സംഭവിക്കുന്നത് എന്നാണ് ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നത്. എന്തൊക്കെയാണ് ഈ ദിആമത്തുകൾ? വഹാദിഹി അദ്ദഅഇമു അല്ലതി തഖൂമു അലൈഹാ അദ്ദഅവത്തു സ്വഹീഹ. ശരിയായ ദഅവത്ത് നിലകൊള്ളുന്നതായ ഈ തൂണുകൾ, ഈ സ്തംഭങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയ കമാ ദല്ല അലൈഹിൽ കിതാബു വസ്സുന്നതു, അത് വിശുദ്ധ ഖുർആനും ഹദീസും അറിയിക്കുന്നതായ കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ദഅവത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ, അത് ഏതൊരു സ്തംഭത്തിന്റെ മേലാണ് നിലകൊള്ളേണ്ടത്, ഏത് തൂണിന്റെ മുകളിലാണ് അത് സ്ഥാപിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം വരുന്ന ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളിൽ അത് ചുരുക്കി പറയാം, അത് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ദഅവത്തിനുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ യഥാർത്ഥ ദഅവത്തുൻ സ്വഹീഹ, ശരിയായ ദഅവത്ത് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ച് 7 കാര്യങ്ങൾ അദ്ദേഹം ഈ തഖ്ദീമിൽ, ഈ അവതാരികയിൽ പറയുന്നുണ്ട്. ആ ഭാഗം വായിച്ച ഇൻഷാ അല്ലാഹ് അവസാനിക്കും. ഒന്നാമത്തെ കാര്യം, ദഅവത്ത് നടത്തുന്ന കാര്യം അൽ ഇൽമു ബിമാ യദ്ഉ ഇലൈഹി. എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഏതിലേക്കാണോ ദഅവത്ത് നടത്തുന്നത്, ഏത് വിഷയമാണോ പറയുന്നത്, സംസാരിക്കുന്നത്, അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ സ്തംഭം, ഒന്നാമത്തെ അടിസ്ഥാനവും അതാണ്. അൽ ഇൽമു ബിമാ യദ്ഉ ഇലൈഹി ഫൽജാഹിലു ലാ യസ്ലുഹു അൻ യകൂന ദാഇയതൻ. ഒരു ജാഹിലായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അറിവില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദാഇയാകാൻ പറ്റുകയില്ല. അവന് ദാഇയാകാൻ, ഒരു പ്രബോധകനാകാൻ പറ്റുകയില്ല. قال الله تعالى لنبيه صلى الله عليه وسلم, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നമ്മൾ നേരത്തെ ഓതിയ ആയത്താണ്. ഇവിടെ അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്, ഞാനും എന്റെ കൂടെയുള്ള എന്നെ പിൻപറ്റിയ ആളുകളും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് അലാ ബസീറ, ബസീറത്തോടു കൂടിയാണ്. എന്താണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ? വൽ ബസീറത്തു ഹിയൽ ഇൽം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ദാഇ, ഒരു പ്രബോധകൻ എന്ന് പറഞ്ഞാൽ ലാ ബുദ്ദ അൻ യുവാജിഹ ഉലമാഅ ളലാലിൻ. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, അവൻ ളലാലത്തിന്റെ ആലിമുകൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. ളലാലത്തിന് വേണ്ടി സംസാരിക്കുന്ന, ശിർക്കിനും കുഫറിനും തെളിവ് പിടിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള പല പണ്ഡിതന്മാരെയും അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. ആ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ യുവജ്ജിഹൂന ഇലൈഹി ശുബുഹാത്തിൻ. ആ പണ്ഡിതന്മാർ ഒരു പക്ഷേ അവന് സംശയമുണ്ടാക്കുന്ന, അവന്റെ ദീനിൽ സംശയമുണ്ടാക്കുന്ന ചില ശുബ്ഹത്തുകൾ അവനിലേക്ക് തിരിച്ചുവിടും. വയുജാദിലൂന ബിൽ ബാത്തിലി ലിയുദ്ഹിബു ബിഹിൽ ഹഖ. അവർ അസത്യത്തെ സത്യത്തെ തകർക്കുന്നതിന് വേണ്ടി, ലിയുദ്ഹിബു ബിഹിൽ ഹഖ, സത്യത്തെ തകർക്കുന്നതിന് വേണ്ടി ബാത്തിൽ കൊണ്ട്, അസത്യത്തെ കൊണ്ട് അവർ സംവദിക്കും, അവർ സംവാദം നടത്തും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ, വലാലത്തിന്റെ പണ്ഡിതന്മാരുമായി അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. കൃത്യമായ അറിവില്ലാത്തൊരുത്തരാണെങ്കിൽ അവർ പടച്ചുവിടുന്ന ശുബ്ഹത്തുകളിൽ പെട്ടുപോകും. അല്ലാഹു തആല പറഞ്ഞു, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അവരോട് നീ, അഹ്ലുൽ കിതാബിന്റെ ആളുകളോട് നീ നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ നീ മുജാദല നടത്തുക, സംവദിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ച വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകളുടെ അടുത്തേക്കാണ് നീ ചെല്ലാനുള്ളത്. താങ്കൾക്ക് ചെല്ലാനുള്ളത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകളിലേക്കാണ്.
അപ്പോ ദഅവ രംഗം എന്ന് പറഞ്ഞാൽ ദഅവത്തിനിറങ്ങുമ്പോ ഒരുപാട് ആളുകളുമായി അഭിമുഖീകരിക്കേണ്ടി വരും. വലാലത്തിന്റെ പണ്ഡിതന്മാരുമായി ഒരു പക്ഷേ നല്ല രൂപത്തിലുള്ള മുജാദല നടത്തേണ്ടി വരും. ആ സന്ദർഭത്തിൽ ഇൽമില്ലാതെയാണ് അതിന് പോയതെങ്കിൽ, അല്ലെങ്കിൽ ആ രംഗത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ, സ്വാഭാവികമായും അവർ പടച്ചുവിട്ടുള്ള ശുഭഹത്തുകൾ അതിനെ നേരിടാനോ അതിന് മറുപടി പറയാനോ അവർക്ക് സാധ്യമാവുകയില്ല. അവരുടെ വിശ്വാസത്തിന് തന്നെ ഒരു പക്ഷേ സംശയമുണ്ടാക്കുന്ന, അവരുടെ വിശ്വാസത്തിൽ തന്നെ അഖീദയിൽ തന്നെ തെറ്റ് വരുന്ന രൂപത്തിൽ ശുഭത്തുണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് വലാലത്തിന്റെ പണ്ഡിതന്മാർ ദഅവ രംഗത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ അറിവില്ലാതെ ആ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ അത് വലിയ അപകടത്തിലേക്ക് പെടും. അതുകൊണ്ട് തന്നെ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷണിക്കുന്ന, അവർ പ്രബോധനം നടത്തുന്ന, ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ കൃത്യമായ അറിവുണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഒന്നാമത്തെ ദിആമ, അല്ലെങ്കിൽ ഒന്നാമത്തെ അസാസ്, അടിസ്ഥാനം എന്നുള്ളതാണ്. فإذا لم يكن الداعية مصلحا بالعلم അല്ലെങ്കിൽ മസ്ലഹൻ بالعلم, രണ്ട് രൂപത്തിൽ വായിക്കാം. ഒരു ദാഇ അവൻ ഇൽമ് എന്ന് പറയുന്നതിനെ ആയുധമാക്കിയിട്ടില്ല എങ്കിൽ, ഇൽമ് കൊണ്ട് ഇൽമിനെ ആയുധമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അല്ലദീ യുവാജിഹു ബിഹി കുല്ല ശുബ്ഹത്തിൻ, ആ ഇൽമ് കൊണ്ടാണ് അവൻ എല്ലാ ശുബ്ഹത്തുകളെയും നേരിടുന്നത്. എന്ത് ശുബ്ഹത്ത് വന്നാലും അതിനെ നേരിടാനുള്ള ഇൽമ് അവൻ ധരിച്ചിട്ടില്ല എങ്കിൽ, അവനിൽ ഇല്ല എങ്കിൽ, വയുജാദിലു ബിഹി കുല്ല ഖസ്മിൻ, എല്ലാ എതിരാളികളോടും അവൻ സംവാദം നടത്തുന്നത് ആ ഇൽമു കൊണ്ടാണ്. ആ ഇൽമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഒരു ദാഇ എങ്കിൽ എല്ലാ എതിരാളികളെയും നേരിടാൻ, എതിരാളികളെല്ലാം നേരിടേണ്ടതായ എല്ലാ ശുബ്ഹത്തുകൾക്കും മറുപടി കൊടുക്കേണ്ടത് ഇൽമു കൊണ്ടാണ്. ആ ഇൽമില്ലാത്ത നിലയിലാണ് അവൻ ദഅവ രംഗത്ത് ഇറങ്ങിയതെങ്കിൽ ഫഇന്നഹു സയൻഹസിമു, അവൻ പരാജയപ്പെടും. ഫി അഫ്ദലി ലിഖാഇൻ, അവൻ ദഅവത്ത് തുടങ്ങുന്ന ഒന്നാമത്തെ വേളയിൽ തന്നെ അവൻ പരാജയപ്പെട്ടു പോകും. വസയഖിഫു ഫി അഫ്ദലി ത്വരീഖ്, അവൻ ആ ദഅവത്തിന്റെ മാർഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാം നിർത്തിപ്പോകും. അവന്റെ ദഅവ രംഗത്തേക്ക് തന്നെ ഇറങ്ങി അവൻ അഭിമുഖീകരിച്ച പണ്ഡിതന്മാരാകട്ടെ, അവിടെയുള്ള ആളുകളാകട്ടെ, അവരോട് പല കാര്യങ്ങളും സംസാരിച്ചു. അതിന് മറുപടി പറയാൻ, അതിന് കൃത്യമായി ഒരു ഗണന നടത്താൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോ അവർ ആ ദഅവ രംഗം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവർ പറയുന്ന, അവർ ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അൽ ഇൽമു ബിമാ യദ്ഉ ഇലൈഹി, എന്തിലേക്കാണോ ദഅവത്ത് നടത്തുന്നത് അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടാവുക എന്നുള്ളതാണ് ദഅവത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാൻ, അൽ അമലു ബിമാ യദ്ഉ ഇലൈഹി, അൽ അമലു ബിമാ യദ്ഉ ഇലൈഹി, എന്തിലേക്കാണോ ദഅവത്ത് നടത്തുന്നത് അത് ജീവിതത്തിൽ ഉണ്ടാകണം. ആ പറയുന്ന കാര്യം ഏത് വിഷയത്തിലേക്കാണോ അവൻ പ്രബോധനം ചെയ്യുന്നത് ആ കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഏതുവരെ ഹത്താ യകൂന ഖുദ്വതൻ ഹസനതൻ തുസദ്ദിഖു അഫ്ആലുഹു അഖ്വാലഹു, അവൻ ഒരു ഉത്തമമായ മാതൃകയാകണം. ദഅവത്ത് നടത്തുന്ന ദാഇ ഉന്നതനായ ഒരു ഉത്തമ മാതൃകയായി തീരണം. തുസദ്ദിഖു അഫ്ആലുഹു അഖ്വാലഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ വാക്കുകളെ സത്യപ്പെടുത്തുന്നതാകണം. പ്രവർത്തനവും വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാൻ പാടില്ല. പ്രവർത്തനം ഒന്നും വാക്കൊന്നും ഒരു രൂപത്തിലും പ്രവർത്തനം മറ്റൊരു രൂപത്തിലാകാൻ പാടില്ല. അവന്റെ പ്രവർത്തനം അവൻ പറയുന്ന കാര്യത്തെ സത്യപ്പെടുത്തണം. വലാ യകൂന ലിൽ മുബ്തിലീന അലൈഹി ഹുജ്ജ, അവനെ എതിർക്കുന്ന അസത്യവാദികൾക്ക് അവനിൽ യാതൊരു അവനെതിരെയുള്ള ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. അവൻ ദഅവത്ത് നടത്തുന്ന ആളാണ്, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ എതിർക്കുന്ന മുബ്തിലിന്റെ ആളുകൾക്ക് ഒരു തെളിവ് കൊടുക്കാൻ പാടില്ല. അത്രയും നല്ലൊരു മാതൃകയായി ദഅവത്ത് നടത്തുന്ന ആള് മാറണം എന്നുള്ളതാണ്. ദഅവത്ത് നടത്തും അവന്റെ ജീവിതത്തിലില്ലെങ്കിൽ മുബ്തിലിന്റെ ആളുകൾ പറയും അവൻ പറയുന്നതൊന്നും അവന്റെ ജീവിതത്തിലില്ല എന്ന് പറയും. അവർക്കൊരു ഹുജ്ജത്ത് ഉണ്ടായി കൊടുക്കാൻ പാടില്ല. ഖാല അല്ലാഹു തആല അൻ നബിയിഹി ശുഐബിൻ അലൈഹിസ്സലാം, ശുഐബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു, അന്നഹു ഖാല, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, അന്നഹു ഖാല ലിഖൗമിഹി, അദ്ദേഹം തന്റെ സമുദായത്തോട് പറഞ്ഞു, ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യം, ഞാൻ നിങ്ങളോട് ഒരു കാര്യം വിരോധിച്ചിട്ട് അതിൽ നിന്ന് വിശ്വസ്തനായി ജീവിക്കുന്ന ആളല്ല ഞാൻ, അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല ഞാൻ.
നിങ്ങളോടൊരു കാര്യം വിരോധിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തനായി ഞാൻ ജീവിക്കുക എന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് എന്ത് പറയുന്നോ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളോട് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇസ്ലാഹ് അല്ലാതെ, നിങ്ങളെ നന്നാക്കുക എന്നല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നന്മയല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. وقال تعالى لنبيه محمد صلى الله عليه وسلم, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്കാകുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അഫ്ദലുൽ മുസ്ലിമീൻ, അവന് പങ്കാളികളില്ല, ഞാൻ അതിനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേവനാണ് എന്ന് പറയണമെന്ന് റസൂലിനോട് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാൻ. വഖാല തആല, അല്ലാഹു തന്നെ പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ ആരുണ്ട് എന്നാണ്. ദഅവത്ത് നടത്തുക, അതുപോലെ തന്നെ വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നവർ. അപ്പോ പറയുക, അതുപോലെ തന്നെ അമൽ ചെയ്യുക എന്നുള്ളതാണ് വിഷയം. അതാണ് രണ്ടാമത്തെ കാര്യം. എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അത് അവൻ അമലാക്കണം, അവൻ പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ദഅവത്തിനുണ്ടാകേണ്ട മൂന്നാമത്തെ അടിസ്ഥാനം അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഉണ്ടാകും. ദഅവത്ത് നടത്തുമ്പോ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. ഒരാളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളോടുള്ള വാശിയോ ഒരു കക്ഷിയോടുള്ള വാശിയോ ഒന്നും ആകാൻ പാടില്ല. ഇഖ്ലാസ് ആയിരിക്കണം ദഅവത്തിന്റെ അടിസ്ഥാനം. അൽ ഇഖ്ലാസ് ബിഅൻ തകൂന അദ്ദഅവതു ലിവജ്ഹില്ലാഹ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ദഅവത്ത് എന്തായിരിക്കണം? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തിലായിരിക്കണം. ലാ യഖ്സിദു ബിഹാ റിയാഅൻ വലാ സുംഅതൻ വലാ തറഫുഅൻ വലാ റിആസ വലാ തമഅൻ മിൻ മസാമി ദുനിയ. അവൻ ദഅവത്ത് നടത്തുമ്പോൾ റിയാ അവൻ ഉദ്ദേശിക്കാൻ പാടില്ല. ഞാൻ ദഅവത്ത് നടത്തുന്ന ആളാണ്, ഞാനൊരു ദായിയാണ് എന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല. വലാ സുംഅതൻ, കീർത്തി ഉദ്ദേശിച്ചുകൊണ്ടാകരുത്. ഞാനൊരു ദഅവത്ത് നടത്തുന്ന ആളാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാകരുത് അവന്റെ ദഅവത്ത്. വലാ തറഫുഅൻ, ആ ദഅവത്ത് നടത്തുന്നതിലൂടെ ഒരു ഉന്നതമായ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാകരുത്, അല്ലെങ്കിൽ ഉന്നതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത് ദഅവത്ത് നടത്തേണ്ടത്. വരിആസൻ, അതുപോലെ തന്നെ അധികാരമോ സ്ഥാനമോ ഒന്നുമാകരുത് അവൻ ഉദ്ദേശിക്കുന്നത്. വലാ തമഅൻ മിൻ മസാമി ദുനിയ, ദുനിയാവിലെ ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത് അവൻ ദഅവത്ത് നടത്തേണ്ടത്. മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹായിരിക്കണം അവൻ ഉദ്ദേശിക്കേണ്ടത്. കാരണം മുകളിൽ പറഞ്ഞ വല്ല ഉദ്ദേശവും ആ ദഅവത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, റിയാഅോ സുംഅത്തോ തറഫോ റിആസത്തോ, ആ രൂപത്തിൽ ദുനിയവിയായ മറ്റെന്തെങ്കിലും നേട്ടമോ ഭൗതികമായ വല്ല മെച്ചമാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ദഅവത്ത് ലം തകുൻ ദഅവതൻ ലില്ലാഹ്, അത് അള്ളാഹുവിലേക്കുള്ള ദഅവത്തല്ല. മറിച്ച് വഇന്നമാ ഹിയ ദഅവത്തുൻ ലിന്നഫ്സി ഔ ലിത്തമഇൽ മഖ്സൂദ്, മറിച്ച് അത് സ്വന്തത്തിന് വേണ്ടിയുള്ള ദഅവത്താണ്, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചിട്ടുള്ള അവൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള ദഅവത്താണ്. കമാ അഖ്ബറ അല്ലാഹു അൻ അംബിയാഇഹി, അല്ലാഹു തആല പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്നഹും യഖൂലൂന ലിഉമമിഹിം, അവരൊക്കെ അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞ കാര്യമാണ്, ലാ അസ്അലുകും അലൈഹി അജ്റ, ഞങ്ങൾ ഈ ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ നിങ്ങളോടൊരു പ്രതിഫലവും ഞങ്ങൾ ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തിൽ അസ്അലുകും അലൈഹി മാല, പ്രവാചകന്മാർ ഇങ്ങനെയാണ് സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് സമ്പത്ത്, ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ലാ അസ്അലുകും അലൈഹി മാല, സമ്പത്ത് ഞാൻ പ്രവാചകന്മാർ പറയാണ് നിങ്ങളോട് ചോദിക്കുന്നില്ല. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു, സമ്പത്തോ അതുപോലെ തന്നെ പ്രതിഫലമോ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം വജ്ഹുള്ള മാത്രമായിരുന്നു.
അള്ളാഹുവിന്റെ വലിയ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അവരുടെ ദഅവത്ത് എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് ദഅവത്തിൽ ഇഖ്ലാസാണ്. അതാണ് മൂന്നാമത്തെ അസാർ. നാലാമത്തെ കാര്യം അൽ ബദഅതു ബിൽ അഹമ്മി ഫൽ അഹം. ദഅവത്ത് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ആരംഭിക്കുക. അൽ ബദഅതു ബിൽ അഹമ്മി ഫൽ അഹമ്മി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ, ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണോ അതുകൊണ്ട് ആരംഭിക്കണം. സമൂഹം ഏതാണ് ഉൾക്കൊള്ളുക, അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ദഅവത്തല്ല. ഈ നാട്ടിൽ ഏത് പറയണം, ഈ നാട്ടിലുള്ള ആളുകളോട് എന്ത് പറഞ്ഞാലാണ് അവർ സ്വീകരിക്കുക എന്നല്ല. ദഅവത്തിന് കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്, തർത്തീബ് ഉണ്ട്, ഏതാദ്യം പറയണം. അതാണ് അൽ ബദഅതു ബിൽ അഹമ്മി ഫൽ അഹം. എന്താണ് ബി അൻ യദ്ഉവ അഫ്ദലൻ. ഒരു ദായി ആദ്യമായി അവൻ ക്ഷണിക്കേണ്ടത് ഇലാ ഇസ്ലാഹിൽ അഖീദ, അവന്റെ അഖീദ ശരിയാക്കുന്ന കാര്യത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അഖീദ ശരിയാക്കണം. ബിൽ അംരി ബി ഇഖ്ലാസിൽ ഇബാദത്തി ലില്ലാഹ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാക്കണം. ഇബാദത്തിന്റെ ഏതൊക്കെ ഇനങ്ങളുണ്ടോ അത് അല്ലാഹുവിലേക്ക് മാത്രമേ തിരിച്ചുവിടാൻ പാടുള്ളൂ. പ്രാർത്ഥനയാകട്ടെ, തവക്കുലാകട്ടെ, ഖൗഫാകട്ടെ, മഹബ്ബത്താകട്ടെ, എന്തൊക്കെയുണ്ടോ, ബലികർമ്മമാകട്ടെ, അതുപോലെ തന്നെ നേർച്ചയാകട്ടെ, ഇബാദത്തായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമാക്കണം എന്നുള്ള കൽപ്പന കൊണ്ടാണ് ആദ്യം തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ് ദഅവത്ത് ആരംഭിക്കേണ്ടത്. വന്നഹി അനി ശിർക്ക്. ശിർക്കിൽ നിന്ന് വിരോധിക്കണം. ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക്, വലിയ ശിർക്കിൽ തന്നെ വ്യത്യസ്തമായ ഇനങ്ങൾ, ചെറിയ ശിർക്കാകട്ടെ, വലിയ ശിർക്കാകട്ടെ, അതിനൊക്കെ ശക്തമായി എതിർക്കണം, അതിനെ തടയണം, വിരോധിക്കണം. അതുപോലെ തന്നെ സുമ്മൽ അംരി ബി ഇഖാമിസ് സ്വലാ. പിന്നീട് നമസ്കാരം നിർവഹിക്കുന്ന കാര്യം കൽപ്പിക്കണം. വഈതാഇ സകാത്ത്, സകാത്ത് നിർവഹിക്കുന്ന കാര്യം കൽപ്പിക്കണം. വഫിഅലിൽ വാജിബാത്ത്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൽപ്പിക്കണം. വതർക്കിൽ മുഹറമാത്ത്, ഹറാമുകൾ ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കണം. കമാ ഹിയ ത്വരീഖത്തുർ റസൂലി ജമീഅ. എല്ലാ പ്രവാചകന്മാരുടെയും പാത ഏത് രൂപത്തിലാണോ അവർ ദഅവത്തിന്റെ മാർഗം, ഏത് രൂപത്തിലാണ് അവർ എങ്ങനെയാണ് ദഅവത്ത് നടത്തിയത്, ആ രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തുകളെ, ദുർമൂർത്തികളെ, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന താഗൂത്തുകളെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം എന്ന് നാം എല്ലാ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ഉമ്മത്തിനോട് അത് പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് തുടങ്ങണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അഖീദയാണ്, വിശ്വാസ കാര്യങ്ങളാണ്. വിശ്വാസം ചെയ്യാതെ അത് എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല. ആ വിശ്വാസം ക്ലിയർ ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ദഅവത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് ദഅവത്തിന്റെ നാലാമത്തെ അസാസ് എന്നുള്ളതാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ആയത്താണ്. നാം നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല, അവർക്ക് നാം വഹി നൽകിയിട്ടല്ലാതെ. അല്ലാഹു പറയാൻ, അത് ഞാനല്ലാതെ ഒരു ആരാധനക്ക് അർഹനായി ആരുമില്ല, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണമെന്നാണ് എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഈ വിഷയത്തിൽ ആയത്തുകൾ അഖീദക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കണം, തൗഹീദ് പറയണം എന്ന് പറയുന്ന ഒരുപാട് ആയാത്തുകൾ, ആയാത്ത്, ഇതല്ലാത്ത മറ്റു ഒരുപാട് ആയത്തുകളും ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വലമ്മ ബഅസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ, യമനിലേക്ക് നിയോഗിച്ചപ്പോൾ ഖാല ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് നിനക്ക് കടന്നു ചെല്ലാനുള്ളത്. നീ ചെന്നെത്തുക അവിടേക്കാണ്. വല്യകുൻ അവ്വലു മാ തദ്ഉ ഇലൈഹിം ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരോട് നീ ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത്, അവരെ നീ ക്ഷണിക്കേണ്ടത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് നീ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത്. ഫൈൻഹും അജാബൂക, ഇനി അവർ അതിനേക്ക് ഉത്തരം നൽകിയാൽ,
അതിനവർ ഉത്തരം നൽകിയാൽ, അതിനവർ ഇജാബത്ത് നൽകിയാൽ ഫഅലിംഹും, നീ അവരെ അറിയിക്കണം, അന്നല്ലാഹു തറദ അലൈഹിം ഖംസ സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, അത് അവർ സ്വീകരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചാൽ അവരോട് നീ പറയണം, ഫഅലിംഹും, നീ അവരെ അറിയിക്കണം, അന്നല്ലാഹു തറദ അലൈഹിം, അവരുടെ മേൽ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട്, ഖംസ സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാത്രിയും അതുപോലെ തന്നെ പകലിലുമായി 5 നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അള്ളാഹു എന്ന് നീ അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്നാണ്. ഇതൊക്കെ ദഅവത്തിന്റെ ഒരു ഓർഡറാണ്. ആദ്യം അഖീദ ശരിയാക്കിയിട്ട് പിന്നെ കർമ്മങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചപ്പോൾ പറഞ്ഞത്. അതാണ് ദഅവത്തിലുള്ള അതിന്റെ മൻഹജും. അതാണ് നാലാമത്തെ കാര്യം. ഇനി ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കുന്ന കാര്യം, وفي طريقته وسيرته صلى الله عليه وسلم في الدعوة, ദഅവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും മാർഗവും, ഈ വിഷയത്തിൽ ദഅവത്തിന്റെ വിഷയത്തിൽ റസൂലിന്റെ ചരിത്രം, റസൂലിന്റെ ചര്യ, ഖൈറു ഖുദ്വത്തിൻ വഅക്മലു മൻഹജിൻ, റസൂലിന്റെ ചര്യ അതിൽ വലിയ ഖുദ്വത്താണ്, മാതൃകയാണ്. അതുപോലെ തന്നെ അക്മലു മൻഹജിൻ, ഏറ്റവും പരിപൂർണമായ ശൈലിയും അതാണ്. حيث مكث صلى الله عليه وسلم في مكة 13 سنة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയതിന്റെ രൂപങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം حيث مكث صلى الله عليه وسلم في مكة 13 سنة, 13 വർഷം റസൂലുള്ള മക്കയിൽ ജീവിച്ചു. يدعو الناس إلى التوحيد, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, വയൻഹാഹും അനി ശിർക്ക്, ശിർക്കിൽ നിന്ന് അവരെ വിരോധിച്ചുകൊണ്ട്, ഖബ്ല അൻ യഅ്മുറഹും ബിസ്സലാത്തി വസ്സകാത്തി വസ്സൗമി വൽഹജ്ജ്, ഹജ്ജും നോമ്പും നമസ്കാരവും സകാത്തും അവരോട് കൽപ്പിക്കുന്നതിന് മുമ്പ് കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം ദഅവത്ത് നടത്തിയ വിഷയം എന്താ? തൗഹീദിലേക്ക് ക്ഷണിച്ചു, ശിർക്കിൽ നിന്ന് വിരോധിച്ചു എന്നുള്ളതാണ്. വഖബ്ല അൻ യൻഹാഹും അനി റിബ വസ്സിന വസ്സരിഖത്തി വഖത്ൽ النفوس بغير حق. റസൂലുള്ള കടന്നു വരുന്ന സമൂഹത്തിൽ എന്തൊക്കെ തിന്മകൾ ഉണ്ടായിരുന്നു? പലിശയും വ്യഭിചാരവും മോഷണവും, അതുപോലെ തന്നെ ഖത്ലുൻ നുഫൂസ് ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി ആളുകളെ കൊല്ലുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ വിരോധിക്കുന്നതിന് മുമ്പ്, ഇത്തരത്തിലുള്ള വ്യഭിചാരവും അതുപോലെ തന്നെ മോഷണവും അതുപോലെ തന്നെ പലിശയും കൊലപാതകമൊക്കെ റസൂല് വിരോധിക്കുന്നതിന് മുമ്പ് റസൂല് വിരോധിച്ച കാര്യം ശിർക്കാണ്. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും റസൂലുള്ള കൽപ്പിക്കുന്നതിന് മുമ്പ് റസൂല് കൽപ്പിച്ച തൗഹീദാണ്, തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ വല്ലാത്ത മാതൃകയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ദിആമ അല്ലെങ്കിൽ അസാസ് الصبر على ما يلاقي في سبيل الدعوة إلى الله من المشاق. ക്ഷമിക്കുക. الصبر على ما يلاقي في سبيل الدعوة إلى الله من المشاق. അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന മാർഗത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ അതിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. وما يواجه من أذى الناس, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ക്ഷമിക്കുക. കാരണം എന്താ? ദഅവത്ത് നടത്തുന്ന പ്രയാസം ഉണ്ടാകും. لأن طريق الدعوة ليس مفروشا بالورود. ദഅവ മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ദഅവത്ത് നടത്താനുള്ള ആ സമൂഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാത എന്ന് പറഞ്ഞാൽ, ദഅവത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ ലൈസ മഫ്റൂശൻ ബിൽ വുറൂദ്, അത് പൂക്കളെ കൊണ്ട് വിരിക്കപ്പെട്ടതല്ല. ആ പാത എന്ന് പറഞ്ഞാൽ പൂക്കൾ വിരിക്കപ്പെട്ട പാതയല്ല. വഇന്നമാ ഹുവ മഹ്ഫൂഫുൻ ബിൽ മകാരിഹി വൽ മഖാതിർ. മറിച്ച് ദഅവത്തിന്റെ മാർഗം, പാത എന്ന് പറഞ്ഞാൽ അത് പ്രയാസങ്ങൾ കൊണ്ടും അപകടങ്ങളും അതിനെ കൊണ്ട് ആവരണം ചെയ്ത പാതയാണ്. അല്ലാതെ പൂക്കൾ വിരിക്കപ്പെട്ട പാതയല്ല ദഅവത്തിന്റെ പാത. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറക്കപ്പെട്ട, ആവരണം ചെയ്യപ്പെട്ട, വലയം ചെയ്യപ്പെട്ട മാർഗമാണ്, അല്ലെങ്കിൽ പാതയാണ് ദഅവത്തിലേക്കുള്ള, ദഅവത്ത് നടത്തുമ്പോൾ ആ മാർഗം, ഫീൽഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദഅവത്ത് നടത്തുന്നത് സ്വാഭാവികമാണ്, തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷമിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ അസാസ്. وخير أسوة في ذلك هم الرسل
സ്വലവാതുല്ലാഹി വസലാമുഹു അലൈഹിം. ഈ വിഷയത്തിൽ ദഅവത്തിന്റെ മാർഗത്തിലുള്ള ക്ഷമിക്കാനുള്ള നമ്മൾക്കുള്ള മാതൃക പ്രവാചകന്മാരാണ്. ഫീമാ വാജഹു മിൻ അഖ്വാമിഹിം മിനൽ അദാ വസ്സുഖ്രിയ. അവർ അവരുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ പ്രയാസങ്ങളും അതുപോലെ തന്നെ പരിഹാസവും. പ്രവാചകന്മാരൊക്കെ ആ രൂപത്തിൽ പരിഹാസവും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞു, വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക്. നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. فحاق بالذين سخروا منهم ما كانوا به يستهزئون. അവരെന്താണോ, എന്തൊരു കാര്യത്തെയാണ് അവർ പരിഹസിച്ചത്, എന്തൊരു കാര്യം കൊണ്ടാണ് അവർ പരിഹസിച്ചത്, അതിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വലഖദ് കുസിബത് റുസുലുൻ മിൻ ഖബ്ലിക് ഫസബറു അലാ മാ കുസിബു വഊദു ഹത്താ അതാഹും നസ്റുനാ. എല്ലാ പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ, നിനക്കുമുള്ള പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം അവർ ദഅവത്ത് നടത്തിയ സമൂഹം അവരെ സ്വീകരിച്ചല്ല, മറിച്ച് അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. ഫസബറു അലാ മാ കുസിബു വഊദു. അവർ പ്രയാസങ്ങളും ഉപദ്രവവും അഭിമുഖീകരിക്കേണ്ടി വന്നവരാണ്. അവരുടെ ആ പ്രയാസവും, അവർ എന്തൊരു കാര്യത്തെയാണ് നിഷേധിക്കപ്പെട്ടത്, ആ പ്രയാസം അനുഭവിക്കേണ്ടത് അതിന്റെ പേരിൽ അവർ ക്ഷമിച്ചു. അവർക്കുണ്ടായ പ്രയാസത്തിലും അവരെ കളവാക്കിയതിന്റെ പേരിലുള്ള പ്രയാസത്തിൽ അവർ ക്ഷമിച്ചു. ഹത്താ അതാഹും നസ്റുനാ, നമ്മുടെ സഹായം വന്നെത്തുന്നത് വരെ. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്, അവർ പരിഹാസത്തിന് വിധേയരായിട്ടുണ്ട്, അവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്, ശാരീരികമായി മാനസികമായി ഒക്കെ പ്രവാചകന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരാണ്. വകദാലിക യനാലു അത്ബാഉർ റുസുലി മിനൽ അദാ വൽ മശാഖ്. അപ്രകാരം തന്നെ പ്രവാചകന്മാരുടെ അനുയായികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ബിഖദ്രി മാ യഖൂമൂന ബിഹി മിനൽ ദഅവതി ഇലല്ലാഹ് ഇഖ്തിദാഅൻ ബിഹൗലാഇ റുസുലിൽ കിറാം അലൈഹിം മിനല്ലാഹി അഫ്ളു സ്വലവാതി വഅസ്ക സലാം. അവർ ഈ പ്രവാചകന്മാരുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് എത്രമാത്രമാണ് അവർ ദഅവത്ത് നടത്തുന്നത്, ആ ദഅവത്ത് നടത്തുന്ന തോതനുസരിച്ച്, അളവനുസരിച്ച് അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം ദഅവ രംഗത്തേക്ക് ഇറങ്ങുന്ന അത്രയും പ്രയാസം അവർക്ക് അനുഭവിക്കേണ്ടി വരും. പ്രവാചകന്മാരുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ടാണ് അവർ ദഅവത്ത് നടത്തുന്നത് എങ്കിൽ അവർക്ക് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, അത് അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അനുഭവിക്കുമ്പോ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുമ്പോ അതിന്റെ പേരിൽ ക്ഷണിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ അസാസ്. ആറാമത്തെ കാര്യം, على الداعية أن يكون متحليا بالخلق الحسن. ഒരു ദാഇ, ഒരു പ്രബോധകൻ എന്ന് പറഞ്ഞാൽ അവൻ അൻ യകൂന മുതഹല്ലിയൻ ബിൽ ഖുലുഖിൽ ഹസൻ, നല്ല സൽസ്വഭാവം അണിഞ്ഞവനായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം എന്നുള്ളതാണ്. സൽസ്വഭാവത്തെ അണിഞ്ഞവനായിരിക്കണം. മുസ്തഅമിലൻ ലിൽ ഹിക്മ ഫീ ദഅവതിഹി, അവൻ അവന്റെ ദഅവത്തിൽ ഹിക്മത്ത് പ്രയോഗിക്കുന്നവനായിരിക്കണം. ദഅവത്തിൽ ഹിക്മത്ത് പ്രയോഗിക്കുന്നവനായിരിക്കണം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ അതിന് ഏറ്റവും യോജിച്ച സ്ഥലത്ത് വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയും. ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ വെക്കേണ്ടത്, പറയേണ്ടത് ആ രൂപത്തിൽ കൃത്യമായി വെക്കേണ്ടത് ഇവിടെ, അതിന് ഏറ്റവും യോജിച്ച സ്ഥാനത്ത് ഒരു കാര്യത്തെ വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. ആ ഹിക്മത്തോടുകൂടി ദഅവത്ത് നടത്തുന്ന ആളായിരിക്കണം ദാഇ എന്നുള്ളതാണ്. കാരണം لأن هذا أدعى لقبول دعوته, ഈ രൂപത്തിൽ ഹിക്മത്ത് പ്രയോഗിച്ച് അതുപോലെ തന്നെ അവൻ നല്ല സ്വഭാവമുള്ള ആളായിക്കൊണ്ട് ദഅവ രംഗത്തേക്ക് ഇറങ്ങിയാൽ അത് لأن هذا أدعى لقبول دعوته, അവന്റെ ദഅവത്ത് സ്വീകരിക്കുന്നതിന് ഏറ്റവും സഹായകരമാകുന്ന, അവന്റെ ദഅവത്ത് സ്വീകരിക്കാൻ ഏറ്റവും പ്രേരകമാകുന്ന ഒരു കാര്യമായിരിക്കും അത്. ദഅവത്ത് നടത്തുന്ന ആൾ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം. ഹിക്മത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ അസാധുകളൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് പറ്റുന്നത് പറയാ, പലതും മറച്ചു വെക്കുക എന്നൊന്നുമല്ല. ദീനുൽ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഹലാലായ രൂപത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ അവരുടെ സലഫുകളായ ആളുകൾ പഠിപ്പിച്ച രൂപത്തിൽ ആ ദഅവത്ത് നടത്തുക.
അപ്പോ ദഅവത്ത് നടത്തുന്ന ആളുടെ സ്വഭാവം ആ ദഅവത്ത് സ്വീകരിക്കാൻ ഒരു ഏറ്റവും വലിയ സഹായകരമാകും എന്നുള്ളതാണ്. അല്ലാഹു തആല രണ്ട് പ്രവാചകന്മാരോട് നബിയൈഹി അൽ കരീമൈനി മൂസ വ ഹാറൂന അലൈഹിമസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതുപോലെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ, മാന്യന്മാരായ ഈ രണ്ട് പ്രവാചകന്മാരോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ അയ്യസ്തഅമില ദാലിക ഫി മുവാജഹതി അക്ബരി അഹ്ലിൽ അർദ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും പ്രയോഗിക്കണം. ഫി മുവാജഹതി അക്ബരി അഹ്ലിൽ അർദ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാഫിറായ ആളെ അഭിമുഖീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് പറഞ്ഞത്. ആരാണ് ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും അക്ബറായിട്ടുള്ള ഏറ്റവും കാഫിറായിട്ടുള്ള വ്യക്തി? വഹുവ ഫിർഔനു അല്ലദി ദഅ റുബൂബിയ്യത, റബ്ബാനെന്ന് വാദിച്ച റുബൂബിയ്യത്തിനെ വാദിച്ച ഫിർഔന്റെ മുന്നിലേക്ക് കടന്നുപോയപ്പോഴാണ് റസൂലുള്ളാഹി ഈ രണ്ട് പ്രവാചകന്മാരോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഈ രണ്ട് കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹൈസു ഖാല സുബ്ഹാനഹു, അല്ലാഹു തആല പറഞ്ഞു ഫഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവരോട് നീ പറയണം ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, അവരോട് നല്ല സൗമ്യമായ രൂപത്തിൽ അവരോട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ ഭയപ്പെട്ടേക്കാം, അല്ലാഹുവിനെ പേടിച്ചേക്കാം, അവൻ ചിന്തിച്ചേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഖാല തആല ലിമൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു ഇത് അബി ഇലാ ഫിർഔന ഇന്നഹു തഗ, നീ ഫിർഔന്റെ അടുത്തേക്ക് പോകുക, അവൻ അതിരി കവിഞ്ഞിട്ടുണ്ട്. ഫഖുൽ നീ പറയണം അല്ലക ഇലാ അൻ തസക്ക, നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ, ഞാൻ നിനക്ക് നിന്റെ രക്ഷിതാവിലേക്കുള്ള മാർഗം കാണിച്ചു തരാം, നീ ഭയപ്പെടുക, നിനക്ക് ഭയപ്പെടാൻ സാധിക്കും, ആ രൂപത്തിൽ ഞാൻ നിനക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരാം, നീ അതിന് തയ്യാറുണ്ടോ സ്വീകരിക്കാൻ എന്ന് ഫിർഔനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ അവരുടെ പ്രബോധനത്തിൽ സൗമ്യമായി പെരുമാറി എന്നുള്ളതാണ്. വഖാല തആല ഫീ ഹഖ്ഖി നബിയിനാ മുഹമ്മദിൻ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ്ഖിൽപ്പെട്ട അല്ലാഹു തആല പറഞ്ഞു വബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക്, നമ്മളെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ്. നിന്റെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ലിൻത ലഹും, നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. വലൗ കുൻത ഫളൻ, നീ ഒരു പരുഷ സ്വഭാവിയാണെങ്കിൽ, ഗലീദൽ ഖൽബി, ഹൃദയകാഠിന്യമുള്ള ആളാണെങ്കിൽ, കഠിന ഹൃദയനാണ് എങ്കിൽ, ലൻഫളു മിൻ ഹൗലിക്, അവർ നിനക്ക് ചുറ്റും നിന്നും അവർ തിരിഞ്ഞു പോകുമായിരുന്നു, മാറിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നീ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നീ നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക ഹിക്മത്തോടുകൂടി, അതുപോലെ തന്നെ സദുപദേശത്തോടുകൂടി, അതുപോലെ തന്നെ അവരോട് നല്ല രൂപത്തിൽ മുജാദല നടത്തുക, സംവദിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഇതൊക്കെ പറഞ്ഞത് ദഅവത്ത് നടത്തുന്ന നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. അവൻ കൃത്യമായ എന്താണോ ആ യോജിച്ച കാര്യങ്ങൾ പറയേണ്ടത് അതിന്റെ ഓർഡറിനനുസരിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, കൃത്യമായ ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുനാഫിക്കുകളായ ചില ആളുകൾ, നിഫാഖിന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, കാഫിറുകളായ ആളുകളോട് പരുഷമായി പെരുമാറണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദഅവത്ത് നടത്തേണ്ട ഒരു ദായിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കേണ്ടതായ അവന് നസീഹത്തിന് മറികടക്കാത്ത രൂപത്തിൽ, നസീഹത്തിന് എല്ലാ സമയത്തും നസീഹത്തോടു കൂടിയായിരിക്കണം അവൻ ദഅവത്ത് നടത്തേണ്ടത്. അവന്റെ സ്വഭാവം നന്നാകണം. പക്ഷേ എല്ലാ ആളുകളോടും ഒരേ രൂപത്തിലല്ല ദഅവത്ത് നടത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ തന്നെ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ നടന്ന ആളുകളോട് വളരെ ശക്തമായി പെരുമാറിയത് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാമിരി എന്ന് പറഞ്ഞ അവരുടെ കൂടെ കൂടി എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചെറുക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സാമിരിയോട് ലാമിസാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശക്തമായ രൂപത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പെരുമാറിയിട്ടുള്ളത്.
അതുപോലെ തന്നെ യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ വഗ്ലുദ് അലൈഹിം, ഈ കുഫാറുകളോടും മുനാഫിഖുകളോടും ജിഹാദ് ചെയ്യണം നബിയെ എന്ന് റസൂലിനോട് പറഞ്ഞു. വഗ്ലുദ് അലൈഹിം, അവരോട് പരിശമായി നിലകൊള്ളണം. ആ രൂപത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ നസീഹത്തിനെ മറികടന്നുകൊണ്ട് ഒരാളെ കാറടിക്കുക, ഒരാളെ മോശമാക്കുക, അല്ലെങ്കിൽ അവന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് അവനെ മാനം കെടുത്തുക എന്ന ഉദ്ദേശത്തിലൊന്നും ആകാനും പാടില്ല. ഒരാളൊരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മയിൽ സമൂഹം പെട്ടുപോകാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അവന്റെ ആ ബലാലത്തിന്റെ മാർഗം ആമത്തുന്നാസിന് പൊതുജനങ്ങൾക്ക് ബോധ്യമാകണം. അല്ലെങ്കിൽ ആ പൊതുജനവും ആ ബലാലത്തിൽ പെട്ടുപോകും. അവൻ പ്രചരിപ്പിക്കുന്നതായ ബിദ്അത്തിൽ അവൻ പെട്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബിദ്അത്ത് എന്താണെന്നും ആ ബലാലത്ത് എന്താണെന്നും ആ ശിർക്കാൻ എന്താണെന്നും പറയുമ്പോ അത് ചെയ്യുന്ന ആളെ പറയേണ്ടി വരും. അതൊരിക്കലും അയാളോടുള്ള വ്യക്തിപരമായ ദേഷ്യമാകരുത്. അയാൾ നമ്മുടെ കൂടെയാണെങ്കിൽ അത് ന്യായീകരിക്കുകയും അദ്ദേഹം നമ്മളെ വിട്ട് തെറ്റിപ്പോകുമ്പോ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന രൂപമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നസീഹത്തിനെതിരാണ്. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിലും അയാൾ നമ്മളെ ഒപ്പം ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ വിശ്വാസവും ആ സ്വഭാവവും അല്ലെങ്കിൽ ആ രൂപത്തിൽ അഖീദയും പേറി നടക്കുന്ന ആളാണെങ്കിൽ നമ്മളെ അടുത്തിരിക്കുന്ന ആളാണെങ്കിൽ വളരെ ശക്തമായി അതിനെ എതിർക്കണം. നമ്മളെ വേദി വിട്ടുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയാൽ എതിർക്കുന്ന സ്വഭാവമല്ല. മറിച്ച് നസീഹത്തുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരുടെ കൂടെയാണെങ്കിൽ ആ തെറ്റ് കണ്ടാൽ അത് പറയണം എന്നുള്ളതാണ്. ബിദ്അത്തും അതുപോലെ തന്നെ അഖീദയ്ക്ക് പോറലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള പലതും പേറി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ആ വലാലത്തിന്റെ മാർഗത്തെ ബിദ്അത്തിന്റെ മാർഗത്തെ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു ദഅവത്താണ്. അതും ദഅവത്താണ്. അവിടെ ഈ നസീഹത്തിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കും. ഏഴാമത്തെ അസാസ് അല ദാഇയത്തി അൻ യകൂന ഖവിയ്യൽ അമലി. ദാഇ എന്തായിരിക്കണം? നല്ല പ്രതീക്ഷയുള്ള ആളായിരിക്കണം. ദഅവത്ത് നടത്തുന്ന ആള് നല്ല പ്രതീക്ഷയുള്ള ആളായിരിക്കണം. ലാ യയഅസു മിൻ തഅസീരി ദഅവതിഹി വഹിദായത്തി ഖൗമിഹി. അവൻ നിരാശപ്പെടാൻ പാടില്ല. അവന്റെ ദഅവത്തിനെ എങ്ങനെ ആളുകൾ സ്വീകരിക്കുന്നു, അതിന്റെ സ്വാധീനം എങ്ങനെ ഉണ്ട് എന്നതിന്റെ പേരിൽ അവൻ നിരാശപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ വഹിദായത്തി ഖൗമിഹി, അവന്റെ ഖൗമിന്റെ ഹിദായത്ത് നമ്മൾ പറയുന്ന ആളുകൾ കേൾക്കുന്നില്ല എന്നതിന്റെ പേരിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. വലാ യയഅസു മിൻ നസ്രില്ല. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ സഹായത്തെ തൊട്ട് നിരാശപ്പെടാനും പാടില്ല. വമഉനതിഹി, അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സഹായത്തെ തൊട്ട് അവൻ നിരാശപ്പെടാൻ പാടില്ല. വലൗ ഇൻതദ്ദ الزمن وطال عليه الامد, കാലം എത്ര നീണ്ടാലും കാലം എത്ര കഴിഞ്ഞു പോയാലും എത്ര കാലം ദഅവത്ത് നടത്തിയാലും അവർ സ്വീകരിക്കുന്നില്ല, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊന്നും ഹിദായത്തിലാകുന്നില്ല എന്ന നിലയ്ക്ക് നിരാശ ഉണ്ടാകാൻ പാടില്ല. എത്ര നടത്തിയാലും അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വലഹു ഫീ റസൂലില്ലാഹി ഖൈറു ഖുദ്വത്തിൻ ഫീ ദാലിക്. അതിലും എന്തുണ്ട്? മഹത്തരമായ മാതൃക പ്രവാചകന്മാരുടെ വിഷയത്തിലുണ്ട്. നമ്മൾക്കറിയാമല്ലോ, സഹാദാ നബിയുല്ലാഹി നൂഹ്, ഇത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്? ലബിസ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. 950 കൊല്ലം അദ്ദേഹം ജീവിച്ചത്. യദ്ഉഹും ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 950 വർഷം അദ്ദേഹം ദഅവത്ത് നടത്തി. അയാൾക്ക് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയോ ചടപ്പോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാർ, വഹാദാ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ലമ്മസ്തദ അലൈഹി അദൽ കുഫാർ, കുഫാറുകളുടെ ഉപദ്രവം അദ്ദേഹത്തിന് കഠിനമായപ്പോൾ, വജഅഹു മലക്കുൽ ജിബാൽ, മലക്കുകളുടെ ഉത്തരവാദിത്വമുള്ള മലക്ക് വന്നിട്ട് റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് യസ്തഅദിനുഹു അൻ യുസ്ബിഖ അലൈഹിമുൽ അഖ്ബസൈൻ, 2 പർവ്വതങ്ങൾ അവരുടെ ആ സമൂഹത്തിന്റെ മേൽ മറിക്കട്ടെ, അവരുടെ നശിപ്പിക്കട്ടെ എന്ന നിലയ്ക്ക് മലക്ക് വന്ന് അനുവാദം ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ബൽ അസ്തഇനീദിഹിം, വേണ്ട, നാം അവരുടെ വിഷയത്തിൽ സാവകാശം ആഗ്രഹിക്കുകയാണ്, സാവകാശമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അവരെ നശിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. കാരണം എന്താ? ലഅല്ലല്ലാഹ യുഖ്രിജു മിൻ അസ്റാബിഹിം മാ യഅബുദുല്ലാഹ വഹ്ദഹു ലാ ശരീക ലാ യുശ്രികു ബിഹി ശൈഅ. ശിർക്ക് ചെയ്യാത്ത അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ അവരുടെ പിൻതലമുറയിൽ ഉണ്ടായേക്കാം. അല്ലാഹു തആല ആ രൂപത്തിലുള്ള ആളുകളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നേക്കാം എന്നുള്ളത് കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു അതിന് സമയമായിട്ടില്ല. അപ്പോ ഒരുപാട് ദഅവത്ത് നടത്തിയിട്ടും
തിരിച്ച് പ്രയാസം ഉണ്ടായിട്ട് ഉപദ്രവം ഉണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസീഹത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. മാത്രമല്ല പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടും തിരിച്ചാക്രമിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ നശിപ്പിക്കേണ്ട, അവർ നന്നായി വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ് എന്ത് അവസാനം പറഞ്ഞ ദായി എന്തായിരിക്കണം? അങ്ങേയറ്റത്തെ പ്രതീക്ഷയുള്ള ആളായിരിക്കണം. ദഅവത്ത് നടത്തുമ്പോൾ അയാൾ മാറും, ഇൻഷാ അല്ലാഹ് മാറും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഇതാണ് ഈ 7 കാര്യങ്ങളാണ് ദഅവത്തിന്റെ അസാസ് എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിൽ ഇനിയും കുറച്ച് ഭാഗങ്ങൾ ഉണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക്, അറബിക്ക് അറിയുന്ന ആളുകൾക്ക് ഇത് ഫോട്ടോ കോപ്പി എടുക്കാവുന്നതാണ്. ഇതിന്റെ അവസാനത്തിൽ ഇതിൽ വളരെ അത്യാവശ്യത്തിലൊരു ഭാഗം കൂടി വായിച്ചിട്ട് അവസാനിക്കും. അപ്പൊ നമ്മൾ വായിക്കണം, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കണം. ഇന്ന് നടക്കുന്ന പല ദഅവത്തുകളുടെ അവസ്ഥ ഇതിൽ പറയുന്നുണ്ട്. എപ്പോഴാണോ ഒരു ദായി ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ നിന്ന് വല്ലതിനെയും നഷ്ടപ്പെടുത്തി കളയുന്നത്, അവൻ ആ ദഅവത്തിന്റെ മാർഗത്തിൽ അത് നിർത്തിപ്പോകും. അവൻ നടത്തുന്ന പ്രവർത്തനത്തിൽ അവൻ പരാജയം സമ്മതിക്കും. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അവന്റെ ദഅവാരംഗത്തിലുള്ള പരാജയം സമ്മതിച്ച് അവൻ പിന്മാറും. ആ ദഅവത്ത് പരാജയപ്പെട്ട ദഅവത്തായിരിക്കും. ഏതൊരു ദഅവത്താകട്ടെ ഈ പറഞ്ഞ അടിസ്ഥാനത്തിന്റെ മേലല്ല സഞ്ചരിക്കുന്നത്. നമ്മുടെ ശൈലിയാണ്, നമ്മൾ ഉണ്ടാക്കിയ മൻഹജാണ് ദഅവത്തിൽ പ്രവാചകന്മാരുടെ മൻഹജിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ, ആ നിലക്കാണ് ദഅവത്തെങ്കിൽ ആ ദഅവത്ത് പരാജയം സമ്മതിക്കുക തന്നെ ചെയ്യും. അത് നശിച്ചു പോകും. അതിനുവേണ്ടി ഒരുപാട് ഓടി നടക്കേണ്ടി വരും, അധ്വാനം ഉണ്ടാകും. പക്ഷേ അതെന്തായിരിക്കും? ഫായിദയില്ലാത്ത അധ്വാനമായി മാറും, ഉപകാരമില്ലാത്ത അധ്വാനമായി മാറും. അതിന് ഏറ്റവും വലിയ തെളിവാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സമൂഹം നിലകൊള്ളുന്ന പല സംഘങ്ങളും. അവരെന്താണ്? അവർ ദഅവത്തിന് അവർ സ്വയം എന്ത് ചെയ്തു? ചില മൻഹജുകൾ പ്ലാൻ ചെയ്തു. ദഅവത്തിന് വേണ്ടി അവർ സ്വയം ചില മൻഹജുകൾ സ്വീകരിക്കുകയും പ്രവാചകന്മാരുടെ മൻഹജിൽ നിന്ന് തെറ്റിക്കൊണ്ട് ചില മൻഹജുകൾ അവർ സ്വയം ഉണ്ടാക്കുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ചില സംഘങ്ങൾ അവർ അശ്രദ്ധ കാണിക്കുന്നു. അതിൽ നിന്ന് വളരെ ചുരുക്കം കൂട്ടമൊഴികെ അല്ലാത്ത അധിക ആളുകളും എന്താണ്? ജാനിബൽ അഖീദ, അഖീദയുടെ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് അവരുടെ ദഅവത്ത്. അവർ അതിൽ നിന്ന് ഗഫ്ലത്തിലാണ്. അഖീദയുടെ ഭാഗം അതിൽ നിന്ന് മാറിക്കൊണ്ടാണ് അധിക സംഘങ്ങളും യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. വളരെ കുറഞ്ഞ സംഘമല്ലാത്ത അധിക സംഘങ്ങളും അഖീദക്ക് പ്രാധാന്യമല്ല. മറിച്ച് അത്തരത്തിലുള്ള സംഘങ്ങളായിട്ടുള്ളത് എങ്ങനെയാണ്? ഉമൂറുൻ ജാനിബിയ, സൈഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിലേക്കാണ് അവരുടെ ക്ഷണം. അത് നന്നാക്കാനും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ദഅവത്തുള്ളത്. അഖീദയുടെ ഭാഗം ശരിയാക്കാനോ അത് പൂർണ്ണമായി A to Z അഖീദ പഠിപ്പിക്കാനോ അത് ദഅവത്ത് നടത്താനോ പല സംഘങ്ങളും തയ്യാറാകുന്നില്ല. അധിക സംഘവും യഥാർത്ഥത്തിൽ സൈഡായിട്ടുള്ള മെയിനല്ലാത്ത അഖീദ അല്ലാത്ത പല വിഷയങ്ങളുമാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതിലേക്കാണ് അവർ ദഅവത്ത് നടത്തുന്നത് എന്നുള്ളതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അത് വലിയൊരു തെളിവാണ് ഈ വിഷയത്തിൽ. അവര് മൻഹജുർ റസൂൽ ദഅവത്തിന്റെ വിഷയത്തിൽ പ്രവാചകന്മാരുടെ മൻഹജിൽ നിന്ന് അവർ തെറ്റിപ്പോയിട്ടുണ്ട്. അവർക്ക് തോന്നിയ രൂപത്തിൽ അവരുണ്ടാക്കിയതായ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള മൻഹജാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പരാജയത്തിന് കാരണമാകും. അവർ പരാജയം സമ്മതിക്കുക തന്നെ ചെയ്യും. അത് ഉപകാരമില്ലാത്ത ഫായിദയില്ലാത്ത ഒരു അധ്വാനമായി തീരും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. എഴുതിയിട്ടുള്ള അവതാരികയിൽ നിന്നാണ് വായിച്ചത്. വല്ലാഹു തആല അഅലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.